ആ പാർട്ടിക്കുള്ളിലും പൊതുവിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു BJP ജയിപ്പിക്കാനുള്ള പണിയാണ് SDPI ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരോട് വലിയ സമ്മർദ്ദമുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു മതേതര വോട്ടുകളുടെ കൺസൾട്ടേഷനൊക്കെ അവർ മുന്നിൽ കാണുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ജയമെന്ന് പറയുന്നത്. ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ പ്രചരണം നടത്തി, അവിടെ നിന്ന് വീണ്ടും കോന്നിയിൽ പോയി പ്രചരണം നടത്തി, അങ്ങനെ ഒരു പരിഹാസപാത്രമായി മാറുന്ന ഒരവസ്ഥയുമൊക്കെ അന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ അന്ന് ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ജയിച്ചു പോകുമായിരുന്നു. നമസ്കാരം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കുമ്പോൾ ഏറെ ഉദ്യോഗജനകവും ആകാംക്ഷഭരിതവുമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാവും മഞ്ചേശ്വരം. മറ്റൊന്നുകൊണ്ടല്ല, BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച വരുമ്പോഴൊക്കെ മഞ്ചേശ്വരത്തിൻ്റെ പേര് ഒന്നാമതോ രണ്ടാമതോ ആയി ചർച്ചയാകാറുണ്ട്. BJPക്ക് വിജയപ്രതീക്ഷ നൽകുകയും UDFനൊപ്പം നിൽക്കുകയും ചെയ്യുന്നൊരു മണ്ഡലം എന്ന പേര് കൂടെ മഞ്ചേശ്വരത്തിനുണ്ട്. മഞ്ചേശ്വരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ബിഗ് ഫൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരത്തിൻ്റെ വിശേഷങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ തന്നെ UDFന് വളരെ സെക്യൂറായിട്ടുള്ള ജയം നൽകുന്ന ഒരു മണ്ഡലമെന്ന്, നേരിയ മാർജിനാണെങ്കിൽ പോലും അതിനൊരു പാരമ്പര്യം കൊണ്ട് തന്നെ എല്ലാ കാലവും UDFനോട് ചേർന്ന് നിൽക്കുന്നൊരു മണ്ഡലം. എങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ നൽകുന്ന മണ്ഡലം. ഇപ്പോൾ 2016 K. സുരേന്ദ്രൻ വെറും 89 വോട്ടുകൾക്കാണ് തോൽക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ 745 വോട്ടുകളാണ് 2025 21 ഒരു മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മാത്രം എടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ 2016 89 വോട്ട്, 2021 745 വോട്ട്. ഇതാണ് തോൽവിയുടെ ഒരു മാർജിൻ എന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. അത് ഇടതുപക്ഷത്ത് എത്രത്തോളം വോട്ട് സമാഹരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും UDF ജയിക്കുന്നു, ഇടതുപക്ഷം കൃത്യമായൊരു വോട്ട് സമാഹരിക്കുന്നു, ഒപ്പം BJP എപ്പോഴും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. അങ്ങനെയാണ് ഒരു മഞ്ചേശ്വരത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ നോക്കിയാൽ കാണുക. ഇക്കുറി 2016 89 വോട്ടിന് തോറ്റ K. സുരേന്ദ്രനെ തന്നെ കേന്ദ്ര നേതൃത്വം മഞ്ചേശ്വരത്തേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അതിനുള്ളൊരു ശ്രമമാണ് BJPയുടെ ഭാഗത്ത് ഇപ്പോൾ പ്രചാരണ വേളയിലൊക്കെ നമ്മൾ കാണുന്നത്. കൃത്യമായിട്ട് 2016 ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം പുനഃസൃഷ്ടിക്കുകയും K. സുരേന്ദ്രൻ്റെ വിജയം ഒരു പരീക്ഷണമല്ല, വിജയിക്കാൻ വേണ്ടി തന്നെയുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുള്ളതാണ്. ഇപ്പുറത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ഏറെക്കുറെ നേരത്തെ തന്നെ ഉറപ്പായിരുന്നൊരു സ്ഥാനാർത്ഥിയാണ്. AKM അഷ്റഫ് തന്നെയാണ് സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് ഉറപ്പായിരുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം AR ജയാനന്ദ നിലവിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ രംഗത്തോട്ട് അദ്ദേഹം പ്രചാരണമൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പം UDFൻ്റെ സ്ഥാനാർത്ഥി ഇപ്പം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് AKM അഷ്റഫ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ ലീഗിൻ്റെ ഒരു പിന്തുണ, മണ്ഡലത്തിൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ, ഇതൊക്കെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയപ്രതീക്ഷ നൽകുന്നത്. മണ്ഡലത്തിൽ ഒരു പൊടിപാർന്ന മത്സരം തന്നെയല്ലേ നടക്കുക? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതിന് കാരണം മറ്റൊന്നുമല്ല, BJPക്കുള്ള വിജയസാധ്യത തന്നെയാണ്. BJP ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരമാണ്. കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ് BJP കാലങ്ങളായി രണ്ടാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് BJP മാത്രമല്ല, BJPക്കും അതിനു മുൻപുള്ള ജനസംഘത്തിനും ഒക്കെ തന്നെ, അതിനും മുമ്പുള്ള അവരുടെ സംഘപരിവാർ സംഘടനയ്ക്കും ഒക്കെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് മഞ്ചേശ്വരവും കാസർഗോഡും. വളരെ കാലങ്ങളായി തന്നെ അങ്ങനെയാണ്. അതേസമയം തന്നെ ആദ്യഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ സ്വാധീനമുള്ള വലിയ സമരങ്ങളും ഒക്കെ നടന്നൊരു മണ്ഡലമായിരുന്നു. ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ലയും. അതിൻ്റെ പല പ്രദേശങ്ങളിലും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊക്കെ വലിയ പ്രക്ഷോഭണങ്ങളും ഒക്കെ നടത്തിയൊരു പാരമ്പര്യമുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ആദ്യഘട്ടം മുതൽ എങ്ങനെയാണോ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് സംഘപരിവാർ RSS കടന്നു വന്നത്, അതിൻ്റെ ഒപ്പം ഭാഗമായി ജനസംഘം കടന്നു വന്നത്, ആ ഘട്ടം മുതൽ തന്നെ അവർക്ക് ചെറിയ തോതിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞൊരു പ്രദേശമാണ്. മഞ്ചേശ്വരത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വൈവിധ്യപൂർണ്ണമായൊരു ജനസഞ്ചയം മഞ്ചേശ്വരത്തുണ്ട് എന്നുള്ളതാണ്. അത് പ്രദേശപരമായും അതുപോലെ തന്നെ ഭാഷാപരമായും സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലും വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു വൈരുദ്ധ്യമോ സംഘർഷമോ അല്ല, വ്യത്യസ്തമായ വിഭാഗങ്ങൾ തന്നെ. ഒരു വിഭാഗം കന്നഡ സംസാരിക്കുന്ന ആളുകളുണ്ട്, തുളു സംസാരിക്കുന്ന ആളുകളുണ്ട്, മലയാളം സംസാരിക്കുന്ന ആളുകളുണ്ട്. സപ്തഭാഷാ സംഗമം ഭൂമി എന്നാണ് കാസർഗോഡ്. ഭാഷാപരമായ ഒരു വൈവിധ്യം തന്നെ ഇതിനകത്തൊരു വലിയ ഫാക്ടറല്ലേ? വലിയ ഫാക്ടറാണ്. അത് ഒരു സൗന്ദര്യമാണ്, ഒരു പ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യമായി തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്താണ് BJP അല്ലെങ്കിൽ സംഘപരിവാർ വളരെ നേരത്തെ ആധിപത്യം സ്ഥാപിച്ചത്. അവർക്ക് ഈ കാസർഗോഡും മഞ്ചേശ്വരത്തും പലതവണ അവർ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണർത്തിയെങ്കിലും അവർക്ക് വിജയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിജയിക്കാൻ കഴിയാത്ത ഒരു കാരണം
അത് ഈ പറയുന്ന UDFൻ്റെ വോട്ട് മാത്രമല്ല, പല ഘട്ടങ്ങളിലായി അങ്ങോട്ടുള്ള ക്രോസ് വോട്ടുകൾ നടന്നു. ഒരു ഘട്ടത്തിൽ BJP ഇവർക്ക് ജയസാധ്യത ഉണ്ടാകുന്ന സമയത്ത്, കാസർഗോഡ് ജയസാധ്യത ഉണ്ടാകുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവരങ്ങോട്ട് വോട്ട് ചെയ്യും. LDFും UDFും മാറി മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ അവരെ അകറ്റി നിർത്തുന്ന, വിജയത്തിലേക്ക് എത്തിക്കാത്തൊരു മണ്ഡലമാണ് ഈ മഞ്ചേശ്വരത്ത്. ഈ കഴിഞ്ഞ 2 തവണ സംഭവിച്ചതും അതുതന്നെയാണ്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ 2021 മത്സരിച്ച AK അഷ്റഫ് അല്ല ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന, കുറേ കൂടി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വളരെ ശക്തമായി അവിടെ പ്രവർത്തിക്കുകയും മണ്ഡലത്തിൽ വലിയ ബേസ് ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ജനകീയ സമരങ്ങളിലൂടെയും പലതരത്തിലുള്ള സമരം, ഇപ്പോൾ ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അങ്ങനെ പല സമരങ്ങളിലൂടെയും ഒക്കെ തന്നെ ഒരു ജനകീയ നേതാവായി മാറി. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്നത്, മണ്ഡലത്തിൽ ഒരുവിധം സ്ഥാനമുറപ്പിച്ച ഒരാളാണ്. ടോൾ പ്ലാസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ ടോൾ പ്ലാസയിൽ BJP പ്രചരണ രംഗത്ത് BJP ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, ഞങ്ങളാണത് ഒഴിവാക്കി നൽകിയെന്നുള്ള രീതിയിൽ. അപ്പോൾ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് UDFും BJPയും വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദം ഉന്നയിച്ച് തർക്കം നടക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ അതിനിടയ്ക്ക് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, ഈ AK അഷ്റഫിൻ്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മണ്ഡലത്തിൽ ഒരു വലിയ മത്സരത്തിൻ്റെ സാഹചര്യം വന്നാൽ, UDFന് പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടായാൽ CPMനൊപ്പം നിൽക്കുന്ന മതേതര വോട്ടുകൾ പോലും അവരങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരുറപ്പായും വോട്ട് ചെയ്യും. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള വോട്ടുകൾ കൃത്യമായി എനിക്ക് ലഭിക്കും. വലിയ കോൺഫിഡൻസിലാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊരു തർക്കം അവിടെ ഉണ്ടായിരുന്നു. ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന അവരുടെ ഒരു യുവ നേതാവ്, വളരെ ജനകീയനായ ഒരു നേതാവ് ആയിട്ടുള്ള ഒരാളെ, അദ്ദേഹത്തെ ആണ് ആദ്യം മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചത്. പക്ഷേ അവിടുത്തെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വമൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്തായാലും ഷാനവാസ് പാദൂർ മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ മുസ്ലിം വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും അത് UDFനെ ബാധിക്കുകയും BJPയുടെ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അവിടെ ഒരു വിഭാഗം ആളുകൾ വളരെ ശക്തമായി അതിനെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഷാനവാസ് പാദൂർ കാസർഗോട്ടേക്ക് മത്സരം മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ജയാനന്ദയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന സവിശേഷമായൊരു പ്രശ്നം എന്ന് പറയുന്നത്, SDP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയ ചില ആശയക്കുഴപ്പങ്ങളാണ്. SDP അവിടെ KM അഷ്റഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു, ഞങ്ങൾ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളികൾ ഉയർത്തി. പക്ഷേ അവസാനം സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട്, കാസർഗോഡ് നിന്നുള്ള സമ്മർദ്ദങ്ങൾ തന്നെയാണ് ആ പാർട്ടിക്കുള്ളിലും പൊതുവിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു BJP ജയിപ്പിക്കാനുള്ള പണിയാണ് SDP ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരോട് വലിയ സമ്മർദ്ദമുണ്ടായി. ഇത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഈ പ്രത്യേകിച്ച് SDP സ്ഥാനാർത്ഥി പറഞ്ഞുകൊണ്ടാണ്, SDP സ്ഥാനാർത്ഥി പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ SDP തന്നെ അവകാശപ്പെടുന്നത് UDF നേതൃത്വം അടക്കമുള്ളവരുടെ സമ്മർദ്ദത്തിന് വിളങ്ങിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതെന്നായിരുന്നു. പക്ഷേ അതിന് മറ്റൊരു ആംഗിൾ അതിനുള്ളിലുണ്ട്. SDPനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രചാരണം എന്തായാലും വന്നു, BJPനെ സഹായിക്കാനാണ് സ്ഥാനാർത്ഥിത്വം എന്നുള്ളത്. അപ്പോൾ SDPയുടെ ഒപ്പം പൊതുവെ SDP-ക്ക് കിട്ടുന്ന ഒരു 7000 വോട്ടുകളൊക്കെയാണ് അവർ മണ്ഡലത്തിൽ മൊത്തം. അതൊരു തദ്ദേശ ഭരണ നിയമസഭയിൽ കിട്ടില്ല. അവരങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 7000 വോട്ട് കിട്ടിയെങ്കിൽ 2000 വോട്ടാണ്, 2000 3000 വോട്ടാണ്. ഈ പ്രചരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ അവർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, SDP-യുടെ ഒരു പക്ഷേ നിർണായക ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ SDP-യുടെ കേഡർ വോട്ടുകളിൽ പോലും ചോർച്ച ഉണ്ടാകുന്ന ഭയം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ന പാർട്ടിക്ക് പ്രസക്തി നഷ്ടപ്പെടും. കാരണം അവർ BJPക്കെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടി അല്ല, തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നുള്ളൊരു ഭയമുണ്ട് അവർക്ക്. ആ ഒരു ഭയം കൊണ്ടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നത്. അവരെ സംബന്ധിച്ച് കാസർഗോഡ് നേരിടുന്ന ഒരു പ്രശ്നം മുസ്ലിം ലീഗിൻ്റെ ശക്തിയാണ്. മുസ്ലിം ലീഗ് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിം ലീഗിൻ്റെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ SDP-യുടെ കടന്നുവരവിനെ അവർക്ക് സമർത്ഥമായി ഈ മുസ്ലിം ലീഗിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, മുസ്ലിം ലീഗ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ് മഞ്ചേശ്വരം, കാസർഗോഡൊക്കെ തന്നെ. അപ്പോൾ അത് അവർക്കൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അത് ഒരു മുസ്ലിം ലീഗിനെ വീഴ്ത്തിയാൽ മാത്രമാണ് SDP-ക്ക് അവിടെ വളരാൻ കഴിയുകയുള്ളൂ. അതാണ് അവരുടെ പ്രശ്നം. മാത്രമല്ല, AK അഷ്റഫുമായി ചില തർക്കങ്ങൾ SDP-യുമായി ബന്ധപ്പെട്ടുണ്ടായി. SDP-ക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനവും നടത്തി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇവർക്ക് UDFുമായിട്ടുള്ള വലിയൊരു വൈരുദ്ധ്യം അവർക്ക് രൂപപ്പെട്ടത്. ഇപ്പോൾ അവർ പറയുന്നത് UDF ചോദിച്ചാൽ ഞങ്ങൾ മഞ്ചേശ്വരത്ത് AK അഷ്റഫിനെ പിന്തുണയ്ക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് വലിയ കാര്യമല്ല. യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായി എനിക്ക് തോന്നുന്നില്ല.
മറിച്ച് നമ്മൾ ഈ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോഴും ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് UDFന് വളരെ പ്രകടമായ മുൻതൂക്കമുണ്ട്. 2021 സേഫാണ്. ഈ 745-ൻ്റെയും 89-ൻ്റെയും കണക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സ്റ്റേബിളായ ഒരു സ്ഥാനാർത്ഥിയായി AK അഷ്റഫ് അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. എനിക്ക് തോന്നുന്നു നമുക്ക് ആ തെരഞ്ഞെടുപ്പ് കണക്കൊന്ന് പരിശോധിക്കാൻ തോന്നുന്നു. അതെ, നമുക്ക് ഈ 2016 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കണക്കൊന്ന് പരിശോധിച്ച് പോകാം. 2016 മത്സരം നമ്മൾ വേറൊരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ചിത്രമല്ല യഥാർത്ഥത്തിൽ മഞ്ചേശ്വരത്തിൻ്റെ ചിത്രം. മഞ്ചേശ്വരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPMനും വലിയ പ്രൊമിനൻസ് ഉണ്ടായിരുന്ന മണ്ഡലം കൂടിയായിരുന്നു. അവർ പലവട്ടം ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ പറയുന്ന LDFന് ഒരു പ്രസക്തിയും മഞ്ചേശ്വരത്ത് ഇല്ല എന്നുള്ള തോന്നലുണ്ടാകരുത്. അല്ല, മറിച്ച് അവർക്ക് അവർ പലവട്ടം ജയിക്കുകയും 2ാം സ്ഥാനത്ത് വരികയും ഒക്കെ ചെയ്തൊരു മണ്ഡലം കൂടിയാണെന്നുള്ളത് നമ്മുടെ ഒരു ഓർമ്മയിൽ ഉണ്ടാകണം. അല്ല, 82-ന് ശേഷം ആകെ 2 വട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുള്ളത്. അതിൽ തന്നെയും 2006 നടന്നത് ലീഗിനുള്ളിലെയും ഇവിടേക്കുള്ള പ്രശ്നങ്ങളോട് ചെർക്കളം അബ്ദുള്ള 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം 2006 ലീഗ് 3ാം സ്ഥാനത്ത് അന്നാണ് LDF വലിയ രീതിയിലൊരു വിജയം CH കുഞ്ഞമ്പൂ ജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം എല്ലാ കാലവും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്തിരിക്കുന്ന ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് മഞ്ചേശ്വരത്ത് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളവരുടെ ശക്തിയെ കുറച്ച് കാണിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നമുക്ക് നോക്കാം. അന്ന് PB അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയത് 56,870 വോട്ടുകളാണ്. K സുരേന്ദ്രൻ BJPക്കായി അന്ന് അദ്ദേഹം രംഗത്തിറങ്ങുമ്പോൾ 56,781 വോട്ടുകൾ. അതായത് ലീഗും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ശതമാനക്കണക്കിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 35.84 വോട്ടുകൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുമ്പോൾ K സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥിക്ക് 35.79% വോട്ടുകൾ മണ്ഡലത്തിൽ കിട്ടുന്നുണ്ട്. അന്ന് CH കുഞ്ഞമ്പൂവിന് കിട്ടുന്ന വോട്ട് ഏകദേശം 42,565 വോട്ടുകളാണ്. CPMനെ സംബന്ധിച്ചോളം 26.83% മണ്ഡലത്തിൽ അന്നുണ്ടായ വോട്ട് വീതം. ഈ തെരഞ്ഞെടുപ്പാണ് 89 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ PB അബ്ദുൾ റസാഖ് ജയിച്ചു പോകുന്നത്. അന്ന് നിർണായകമായൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ പറയാതെ പോകാത്ത ഒരാളുണ്ട്. K സുന്ദര എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരികയും 467 വോട്ടുകൾ പിടിക്കുകയും ചെയ്തിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിൽ. വളരെ നിർണായകമായൊരു കാര്യമായിരുന്നു. അതിനുശേഷം 2019 അന്നൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. PB അബ്ദുൾ റസാഖിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ MC കമറുദ്ദീൻ എന്ന് പറയുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥി അന്ന് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം 65,407 വോട്ടുകൾ, അതായത് 40.19% വോട്ടുകൾ മണ്ഡലത്തിൽ നേടുന്നുണ്ട്. നേരത്തെ മുൻപത്തെ അപേക്ഷിച്ച് ഏകദേശം ഒരു 5% വോട്ട് വിഹിതം ഉയർത്താൻ ആ സ്ഥാനാർത്ഥിക്കായിരുന്നു 2019. രവീശ തന്ത്രി കുണ്ടാർ എന്ന് പറയുന്ന ആളായിരുന്നു BJPക്കായിട്ട് അന്ന് സ്ഥാനാർത്ഥിയായത്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 35.32 ഞാനിത് പറയാനുണ്ടായ കാരണം K സുരേന്ദ്രന് കിട്ടിയ വോട്ട് ഏകദേശം അതേപോലെ തന്നെ ഈ രവീശ തന്ത്രി കുണ്ടാറിന് ശതമാനക്കണക്കിൽ ഏകദേശം അത്ര തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസ് 2021 5% വോട്ട് ഉയർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് UDFൻ്റെ സ്ഥാനാർത്ഥി 5% വോട്ട് മണ്ഡലത്തിൽ ഉയർത്തി എന്നുള്ളതാണ്. ശങ്കർ റേ എന്ന് പറയുന്ന ആളായിരുന്നു അന്നത്തെ CPMൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം 38,233 വോട്ടുകളാണ്. ഏകദേശം ഒരു 23.49% വോട്ടുകളാണ്. CPMൻ്റെ വോട്ട് കുറയുകയാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ സമാനമായിട്ട് AK അഷ്റഫാണ് വരുന്നത്. AK അഷ്റഫിന് അന്ന് കിട്ടിയത് 65,758 വോട്ടുകളാണ്. ഏകദേശം 38.2% വോട്ടുകളുണ്ട്. K സുരേന്ദ്രൻ ആ സമയത്ത് അവിടെ മത്സരിക്കുന്നുണ്ട്. K സുരേന്ദ്രന് കിട്ടുന്നത് 65,013 വോട്ടുകളാണ്. ഏകദേശം 37.8% വോട്ടുകൾ. CPM രംഗത്ത് CPMനായി മത്സരിച്ച VV രമേശന് 23.6% വോട്ടുകളാണ്. അതായത് 40,639 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അന്ന് ഈ ലീഗ് സ്ഥാനാർത്ഥിയുടെ സുരേന്ദ്രനെതിരെയുള്ള സ്ഥാനാർത്ഥിയുടെ ലീഡ് എന്ന് പറയുന്നത് 745 വോട്ടുകളാണ്. അവിടെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. അതിനു മുമ്പ് 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് വിജയിച്ചിരുന്നത് MC കമറുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിലെ നേതാവാണ് വിജയിച്ചത്. ഈ 2021 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മുസ്ലിം ലീഗ് ഒരു പ്രതിസന്ധി നേരിടുന്നു. MC കമറുദ്ദീൻ തന്നെയാണ് അതിൻ്റെ കാരണക്കാരനായ മാറുന്നത്. അവിടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് കേസുണ്ടായിരുന്നു.
ആ കേസിൽ ഈ MLA പ്രതിയാവുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് അവിടെ ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു 2020. അദ്ദേഹം ഇപ്പോഴും കേസുകളിൽ പ്രതിയാണ്. അതേ പ്രതിയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രതിസന്ധി മുസ്ലിം ലീഗ് നേതൃത്വം ജില്ലയിൽ നേരിട്ടൊരു സമയത്താണ് ഈ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയാണ് AK അഷ്റഫ് 2021 മത്സരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിനെതിരെ വലിയ ആക്ഷേപങ്ങളും പരാതികളും നിലനിൽക്കുന്നു. ലീഗ് നേതൃത്വം മൊത്തത്തിൽ ഈ തട്ടിപ്പിൽ പങ്കാളികളാണെന്നൊക്കെ പറയുന്ന വലിയ ആക്ഷേപങ്ങളോട് ഉന്നയിക്കപ്പെട്ട സമയത്ത് കൂടിയാണ് 2021 തെരഞ്ഞെടുപ്പ്. അതിനെയൊക്കെ അവർ മറികടന്ന് കഴിഞ്ഞു. പിന്നെ സുരേന്ദ്രൻ്റെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്, സുരേന്ദ്രൻ പല ഘട്ടങ്ങളിലായി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. കേരളം പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള മട്ടില്ല. അദ്ദേഹം തന്നെയായിരുന്നു അന്ന് സംസ്ഥാന പ്രസിഡന്റ്. കോന്നിയിൽ കൂടി അവിടെ മത്സരിച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ പ്രചരണം നടത്തി, അവിടെ നിന്ന് വീണ്ടും കോന്നിയിൽ പോയി പ്രചരണം നടത്തി. അങ്ങനെ ഒരു പരിഹാസപാത്രമായി മാറുന്ന ഒരു അവസ്ഥയുമൊക്കെ അന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ അന്ന് ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ജയിച്ചു പോകുമായിരുന്നു. ഇതിന് പകരം 2 മണ്ഡലങ്ങളിൽ ഒരു പ്രധാനമന്ത്രി സാധാരണ ഇന്ദിരാഗാന്ധിയോ പ്രധാനമന്ത്രി സ്ഥാനം രാഹുൽ ഗാന്ധിയൊക്കെ അങ്ങനെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ഒരേ സമയം മത്സരിക്കുകയും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പോയി പറന്നു പോരുകയൊക്കെ ഒരു വലിയ പരിഹാസം വിധേയമായി മാറിയ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ്. ഇദ്ദേഹം ഈ 2011 മുതൽ ഇവിടെ മത്സരരംഗത്തുണ്ട് പല ഘട്ടങ്ങളിലായി. പക്ഷേ മത്സര രംഗത്തേക്കാണ് അദ്ദേഹം വരുന്നത്. ഒരു ദേശാടന പക്ഷിയെ പോലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും മഞ്ചേശ്വരത്തേക്ക് വരുന്ന ഒരാളാണ്. ഇത് BJPയുടെ പ്രാദേശികമായി വലിയ എതിർപ്പ്. രവീശ തന്ത്രി കുണ്ടാർ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി പോലും അതിൽ സുരേന്ദ്രനെതിരെ BJP നേതൃത്വത്തിനെതിരെ പല ഘട്ടങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സ്ഥിതി എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ കാസർഗോഡ് നിന്ന് ജയിക്കാനായിട്ട് എവിടുന്നോ പറന്നിറങ്ങുന്ന ഒരു പക്ഷിയാണെന്നുള്ള മട്ടിൽ BJPക്കാരുടെ എതിർപ്പ് കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇനി വേറൊരു വിഷയം നമ്മൾ സവിശേഷമായി പരിഗണിക്കേണ്ട ഒരു വിഷയം മഞ്ചേശ്വരത്തുള്ളത് SIRമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഏതാണ്ട് 16,000-ഓളം വോട്ടുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും BJPയുടെ വോട്ട് സാധ്യതകളെയാണ് മറ്റും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് BJPയുടെ വോട്ട് സാധ്യതകളെയാണ് കുറയ്ക്കുന്നതെന്നാണ് പല നിരീക്ഷകരുടെയും കണക്കുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യാനുള്ള ആളുകളെയാണ് മിക്കവാറും ഭൂരിപക്ഷം ആളുകളെയും SIRൽ നിന്ന് ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. മറിച്ച് അവിടെ മുസ്ലിം ലീഗ് വളരെ ഫലപ്രദമായി SIR പ്രക്രിയയിൽ ഇടപെടുകയും മുഴുവൻ ആളുകളുടെയും വോട്ട് പരമാവധി വോട്ടർമാരായി നിലനിർത്താൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൊണ്ടുകൂടി BJPക്ക് ഇത്തവണയും മോഹം വെച്ച് പുലർത്താമെന്നല്ലാതെ അവിടെ ജയിക്കാനുള്ളൊരു സാധ്യത ഇപ്പോഴും വളരെ വിദൂരമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. KG മാരാരുടെ കാലം മുതൽ അവിടെ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ പുലർത്തുന്നൊരു മണ്ഡലമാണ്. പക്ഷേ KG മാരാരെയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു മനുഷ്യനാണ് ഈ K സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജയിക്കാൻ ദേശാടന പക്ഷിയായി വരുന്ന ഒരാളെ ജയിപ്പിക്കാൻ മഞ്ചേശ്വരംകാർ തയ്യാറാകുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഒരു അവസാനമായി പ്രതീക്ഷ പുലർത്തുന്നൊരു മണ്ഡലമാണ്. ആ കാര്യം നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് ആ നിലയ്ക്കുള്ള വോട്ട് ബേസും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഈ CPMനെ സംബന്ധിച്ചോളം 30-35,000 വോട്ടുകൾ കിട്ടുന്ന ഒരു മണ്ഡലമാണ്. ലീഗിൻ്റെ വോട്ടിനോടൊപ്പം മതേതര വോട്ടുകൾ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിയാനുള്ള സാധ്യതയും ലീഗ് സ്ഥാനാർത്ഥി തന്നെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മതേതര വോട്ടുകളുടെ കൺസൾട്ടേഷനൊക്കെ അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ BJPനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ജയമെന്ന് പറയുന്നത്. ജയിക്കില്ല എന്നല്ല, വലിയ ബുദ്ധിമുട്ടുള്ള അടുത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് BJPനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇത് വ്യക്തമായിട്ട് തെരഞ്ഞെടുപ്പിലും രാജ്മോഹൻ ഉണ്ണിത്താൻ 17,000-ലധികം വോട്ടുകൾ, അദ്ദേഹത്തിന് ഏകദേശം 17,258 വോട്ടുകളുടെ ഭൂരിപക്ഷം അന്ന് ലീഡുണ്ട് ഈ മണ്ഡലത്തിൽ മാത്രം. അതെ, അതായത് രാജ്മോഹൻ ഉണ്ണിത്താന് ഈ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൻ്റെ ആ ഒരു റീജിയണിൽ മാത്രം കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 74,437 വോട്ടാണ്. അന്ന് ML അശ്വിനി എന്ന് പറയുന്ന NDAയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന 57,179 വോട്ടാണ്. ഏകദേശം 17,258 വോട്ടുകളുടെ ക്ലിയർ കട്ട് ലീഡ് അതെ ഉണ്ണിത്താനുണ്ട്. നമ്മൾ ഇനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPയിൽ നിന്ന് UDF ചില ജില്ലാ പഞ്ചായത്ത് സീറ്റൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സീറ്റ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പുത്തികൈ എന്ന് പറയുന്ന ഒരു ഡിവിഷനായിരുന്നു. ആ ഡിവിഷൻ BJP 2005 മുതൽ കൈവശം വെച്ചിരിക്കുന്ന ഡിവിഷനാണ്. ഇവിടുത്തെ 8 പഞ്ചായത്തുകളിലും UDF വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു
ലീഡുണ്ട്. ലീഡുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ സീറ്റുകൾ ഇരട്ടിയാക്കി BJP മഞ്ചേശ്വരം, ഓർക്കാടി, മീഞ്ച, മംഗൽപ്പാടി, പൈവളികെ, കുമ്പള, പുത്തിക, എൻമകജെ എന്ന് പറയുന്ന ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ UDFനാണ് മുൻതൂക്കമുള്ളത്. ക്ലിയർ കട്ട് ലീഡാണ്. അതെ, ചില പഞ്ചായത്തുകളിൽ NDAക്ക് കുറച്ച് NDAയും LDFും തുല്യ നിലയിലുള്ള ചില പഞ്ചായത്തുകൾ അവിടെയുണ്ട്. പൈവളിക പോലുള്ള പഞ്ചായത്തുകൾ അങ്ങനെയാണ്. പക്ഷേ പുത്തിക പഞ്ചായത്തിലൊക്കെ LDFനാണ് 5 സീറ്റ് വരെ, അവിടെയും UDFാണ് മുന്നിലുള്ളത്. എൺമകജയിൽ UDF തന്നെയാണ്, LDFന് 4 സീറ്റ്, പക്ഷേ അവിടെ NDAക്ക് 6 സീറ്റുണ്ട്. അങ്ങനെ NDAക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കാര്യമായൊരു മുന്നേറ്റമോ നേട്ടമോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ NDA പുറകോട്ട് പോവുകയാണ് ചെയ്തതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് ഈ പറയുന്ന ഭൂരിപക്ഷം ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ BJP വളരെ പിന്നോട്ടാണ് അവിടെ പോയിരിക്കുന്നത്. BJPയിലെ ആഭ്യന്തരമായ വലിയ കലഹങ്ങൾ കാസർഗോഡ് ഉണ്ടായിരുന്നു, കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ പ്രശ്നങ്ങൾ BJPക്ക് അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്നതല്ല പല പ്രശ്നങ്ങളും. അപ്പോൾ ആ പ്രതിസന്ധികളെ കൂടി കെ സുരേന്ദ്രന് മറികടക്കേണ്ടി വരും ഒരു അട്ടിമറി ജയം നേടാൻ. ആ ജയം അത്ര എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ എപ്പോഴും ഈ ജയത്തോട് അടുത്ത് നിൽക്കുന്നൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവരവിടെ വലിയ പ്രതീക്ഷയും പുലർത്തുന്നുണ്ട്. ഒരുപാട് മോഹം പുലർത്തുന്നുണ്ട്. തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് മഞ്ചേശ്വരത്ത് കളമൊരുക്കുന്നത്. BJPക്കായി കെ സുരേന്ദ്രനും, UDFനായി AK മഷ്റഫും, CPMനായി KR ജയാനന്ദയും കളത്തിലിറങ്ങുമ്പോൾ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുമെന്ന് ഉറപ്പാണ്. എല്ലാ കാലവും UDFനൊപ്പം നിൽക്കുകയും BJPക്ക് പ്രതീക്ഷ നൽകുകയും LDFനെ കൈവിടാതിരിക്കുകയും ചെയ്തൊരു മണ്ഡലം അടുത്ത വിധി എങ്ങനെ എഴുതുമെന്നും ആരാണ് നിയമസഭയിലെത്തുകയെന്നും കാത്തിരുന്ന് തന്നെ കാണണം. വീണ്ടും മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി കാണാം. നന്ദി, നമസ്കാരം.